ഹലോ, ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്നും ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെല്ലിക്കയുടെ പെരട്ടുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം വെച്ച് കൊടുക്കാം. ആ പാത്രത്തിൽ അര ഭാഗം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇത് കുക്ക് ചെയ്തെടുക്കാം. നെല്ലിക്ക ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഈ ചൂടുവെള്ളത്തിൽ തന്നെ നെല്ലിക്ക ഇട്ട് വച്ചേക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നെല്ലിക്കയ്ക്ക് ഒരു ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ ചെയ്യുമ്പോഴാണ് നെല്ലിക്ക കേടാകാതെയും നല്ല ടേസ്റ്റായിട്ടും കിട്ടുകയുള്ളൂ. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 6-7 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 6-7 വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ ഒരു 10 വെളുത്തുള്ളി ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം 3/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മുളക് പൊടിയുടെയും കായപ്പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ നെല്ലിക്കയുടെ പെരട്ട് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത നല്ല ഈസി പീസ് റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.